ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം കൈത്താക്കാലത്തിന്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോയും തൻ്റെ ശിഷ്യന്മാരും ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ അന്ധനായ ഒരു യാചകനെ കാണുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്യുന്ന മനോഹരമായ രംഗങ്ങളാണ് നമ്മൾ കാണുക. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം സന്തോഷം നൽകുന്ന ചില അവസരങ്ങൾ കാത്തുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇന്നത്തെ സുവിശേഷത്തിൽ ഈ അന്ധനായ ഈ മനുഷ്യൻ, അവൻ ജന്മന അന്ധനാണെന്നാണ് പറയുക. ജനിച്ച അന്ന് മുതൽ അന്ധകാരം അവൻ്റെ കണ്ണിൽ വ്യാപിച്ചിരുന്നു. അങ്ങനെ കണ്ണിലുണ്ടായിരുന്ന അന്ധകാരം മാറ്റിയ ദിവസത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. ആ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ മനുഷ്യൻ മാറുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്നും വലിയൊരു സന്തോഷത്തിലേക്ക് ആ അന്ധനായ യാചകൻ കടന്നു വരുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ സങ്കടങ്ങളും സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ഉപരിയായി വലിയൊരു സന്തോഷത്തിൻ്റെ അവസരം നമ്മുടെ കർത്താവ് നമുക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ ചിന്തയാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്നും ധ്യാനിച്ചെടുക്കേണ്ട ഒന്നാമത്തെ ചിന്ത. ഒരു കഥ ഇപ്രകാരമാണ്: ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ, അദ്ദേഹം ചെറിയ ചെറിയ ജോലികളൊക്കെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ പോയി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് തൻ്റെ ചെറ്റക്കുടലിൽ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായ ഉന്നമനമില്ല, നല്ലൊരു വീടില്ല, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരിക്കുന്ന വലിയ ദുഃഖകരമായ ഒരു അവസരത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചെറ്റക്കുടലിൽ ഒരു സന്യാസി കടന്നു വരുന്നത്. ആ സന്യാസിയോട് തൻ്റെ ജീവിതത്തിൻ്റെ വിഷമങ്ങളെല്ലാം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ആ സന്യാസി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തോട് പറയുകയാണ്: നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് സന്തോഷകരമായ ഒരു സൗഭാഗ്യം കരുതി വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നീ കാത്തിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ സന്യാസിയുടെ വാക്കുകൾ ദൈവതുല്യം വിശ്വസിച്ച് ആ മനുഷ്യൻ നല്ല സൗഭാഗ്യകരമായ ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി അയൽവക്കത്തുള്ള വീടുകളിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ഈ മനുഷ്യൻ വലിയ സൗഭാഗ്യം കിട്ടുമല്ലോ എന്നോർത്ത് അതുപോലും ഉപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ മോശമായിട്ട് ദാരിദ്ര്യത്തിലേക്ക് വീണ്ടും താഴ്ന്നു പോകുന്നതായിട്ട് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലാവുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാത്തിരിപ്പ് അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ച് ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി ഇങ്ങനെ വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു 3 വർഷങ്ങൾക്ക് ശേഷം ഇതേ സന്യാസിനെ അദ്ദേഹം വീണ്ടും കണ്ടുമുട്ടുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ആ സന്യാസിയോട് ഈ മനുഷ്യൻ പറയുകയാണ്: നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറഞ്ഞത്? എനിക്ക് സൗഭാഗ്യം ദൈവം നൽകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷങ്ങളായി, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു: നിങ്ങൾ ആ സൗഭാഗ്യത്തിന് വേണ്ടി കാത്തിരുന്നു, പക്ഷേ നിങ്ങൾ ആ സൗഭാഗ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടില്ല. അത് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ഉൾക്കാഴ്ചയായിട്ട് മാറുകയാണ്. അദ്ദേഹം ഒരു സൗഭാഗ്യത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനോടൊപ്പം കഷ്ടപ്പെടാനായിട്ടുള്ള കാര്യം അദ്ദേഹം വിട്ടുപോയിരുന്നു. അന്ന് മുതൽ അദ്ദേഹം തൻ്റെ ചെറിയ ആ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലത്ത്, കൃഷി സ്ഥലത്ത് കൃഷി ഇറക്കുവാനായിട്ടും നന്നായിട്ട് കഷ്ടപ്പെടുവാനായിട്ടും ഒഴിവ് സമയങ്ങളിൽ ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഓരോ ദിവസവും നേരത്തെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. അങ്ങനെ വീണ്ടും 3 വർഷങ്ങൾ കഴിയുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിൽ നിന്നും അല്പം വരുമാനം കിട്ടി തുടങ്ങി. ജോലി സ്ഥലത്തുനിന്ന് അദ്ദേഹം കിട്ടിയ വരുമാനം ഉപയോഗിച്ച് വീടിൻ്റെ പണികളൊക്കെ അല്പം കൂടെ മെച്ചപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ആ നാട്ടിലെ ഒരു പ്രമാണിയായിട്ട് ഓരോ ദിവസവും ഒരു പ്രമാണിയുടെ ഒരു രീതിയിലേക്ക് വളർന്നു വരുന്നതായിട്ട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിൽ വലിയ സന്തോഷം വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഈ സന്യാസിയെ ഈ മനുഷ്യൻ കാണുകയാണ്. അന്ന് ആ സന്യാസിയോട് ഈ മനുഷ്യൻ നന്ദി പറഞ്ഞു. നമ്മൾ സൗഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുക മാത്രമല്ല, കഷ്ടപ്പെടുക കൂടി ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞ് ഈ സന്യാസിയോട് അദ്ദേഹം തൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. അത് കേട്ട് സന്യാസി പുഞ്ചിരിച്ചു എന്ന ഒരു കഥയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അന്ധനായ ഈ മനുഷ്യൻ ജന്മന അന്ധനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹം ജന്മന അന്ധനാണ് എന്ന് കരുതി
വീട്ടിലെ മാതാപിതാക്കളെ ആശ്രയിച്ചോ സഹോദരങ്ങളെ ആശ്രയിച്ചോ അലസനായോ വീട്ടിൽ തന്നെ കഴിയാനായിട്ട് പരിശ്രമിക്കുകയല്ല, മറിച്ച് അദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവനൊരു യാചകനായിട്ട് മാറുകയാണ്. തന്റെ വയറിന്റെ വിശപ്പ് മാറ്റുവാനായിട്ട്, കാഴ്ചയില്ലായിരുന്നിട്ട് കൂടിയും ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ ഒരു യാചകനായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ദൈവം നമ്മളെ കൃത്യസമയത്ത് അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ ഇങ്ങനെ പറയുന്നത്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിന്റെ ശക്തിയുള്ള കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് നമ്മുടെ ഈ മനോഹര ജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവത്തിന്റെ ശക്തിയുള്ള കരം നമ്മുടെ മേൽ പ്രവർത്തിച്ച് വലിയ സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നും ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മൾ സ്നേഹിക്കുന്ന ഈശോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. നമുക്കറിയാം, തുപ്പല് വളരെ ഹീനമായ ഒരു വസ്തുവാണ്. ആർക്കും ഉപയോഗമില്ലാത്ത ഒരു വേസ്റ്റ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്ന ഒരു വേസ്റ്റാണ് തുപ്പൽ. തുപ്പൽ ഒരു അസംസ്കൃത വസ്തുവല്ല. അതുകൊണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വസ്തുവായിട്ട് നമുക്ക് തുപ്പലിനെ കാണാനായിട്ട് സാധിക്കുകയില്ല. എല്ലാവർക്കും തുപ്പലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അറപ്പാണ്, വെറുപ്പാണ്. എവിടെയെങ്കിലുമൊക്കെ തുപ്പിക്കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അല്പം അസ്വസ്ഥത വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവാം, ഇവിടെ തുപ്പരുത്. അപ്പോൾ തുപ്പൽ അത്രമാത്രം ഹീനമായ ഒരു വസ്തുവായിട്ട് കരുതുന്ന നമുക്കും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലും ആ തുപ്പൽ ഉപയോഗിച്ച് വലിയൊരു അത്ഭുതം ഈശോ പ്രവർത്തിക്കുകയാണ്. ഏറ്റവും നിസ്സാരമായ വസ്തുക്കൾ കൊണ്ടുപോലും എനിക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് ഈ രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാവാം, എനിക്ക് അത്രമാത്രം കഴിവുകളൊന്നും ഇല്ലല്ലോ, എനിക്ക് കൈയില്ലല്ലോ, അല്ലെങ്കിൽ കാലില്ലല്ലോ, ഞാൻ കറുത്ത വ്യക്തിയാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിവില്ലല്ലോ, എനിക്ക് സമ്പത്തില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ നിസ്സാരനാണല്ലോ എന്നുള്ള ചിന്തകളൊക്കെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ചില സമയത്തെങ്കിലുമൊക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ നിസ്സാരമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് വലിയ അത്ഭുതങ്ങൾക്ക് വഴിമാറും എന്നുള്ള രണ്ടാമത്തെ ചിന്ത നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ഈ ബലഹീനതകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മളെ ശക്തിപ്പെടുത്തണം. ആ ഒരു പ്രതീക്ഷയാണ് ഈ രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും പരിചയമുണ്ടായിരുന്ന ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ തിരുനാൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷിക്കുണ്ടായി. ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മളെക്കാളൊക്കെ ഒത്തിരി പുറകിലുണ്ടായിരുന്ന വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. അദ്ദേഹം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വികാരി എന്നുള്ള പേര് അലങ്കരിച്ച് വിശുദ്ധനായിട്ട് സ്വർഗത്തിൽ വാഴുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത? തനിക്ക് ഉണ്ടായിരുന്ന കുറവുകൾ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാറുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിസ്സാരമായ തുപ്പലിനെ കൊണ്ട് ഒരു അന്ധനായ വ്യക്തിക്ക് കാഴ്ച കൊടുക്കുവാനായിട്ട് ഈശോയ്ക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ബലഹീനതകൾ കൊണ്ട് കർത്താവിന് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മുടെ കുറവുകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട്, എൻ്റെ ഈശോയെ, എൻ്റെ കുറവുകളിലേക്ക് ഇറങ്ങി വന്നെന്നെ സഹായിക്കണമേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടവരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ രണ്ടാമത്തെ ചിന്ത നമുക്ക് ധ്യാനിക്കാം. ഈ രണ്ട് ചിന്തകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.